പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതം കൊടുങ്കാറ്റിലും കഷ്ടതകളിലും എങ്ങനെ മുമ്പോട്ട് നയിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന ഓരോ കൊച്ചു തീരുമാനങ്ങളും നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ സദൃശവാക്യങ്ങൾ 10, 23, 32 വരെയുള്ള ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ലഭിക്കുന്ന വലിയ ചില സത്യങ്ങളുണ്ട്. ഈ വാക്യങ്ങളിൽ സോളമൻ രാജാവ് 3 കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. 1. പാവത്തിനെയും തെറ്റിനെയും നിസ്സാരമായി കാണരുത്. ദോഷം ചെയ്യുന്നത് ഭോഷണ ഒരു വിനോദമാണ്, എന്നാൽ വിവേകിക്കോ ജ്ഞാനം അങ്ങനെയാണ്. ഇന്ന് പലപ്പോഴും തെറ്റുകൾ ചെയ്യുന്നത് ഒരു ഫാഷനോ കോമഡിയോ ആയി കാണാറുണ്ട്. എന്നാൽ ദൈവഭയമുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലാണ് സന്തോഷം. അതായത് ദൈവത്തിനോട് അടുക്കുന്നതിൽ, ദൈവത്തിനെ പറ്റി പഠിക്കുന്നതിൽ, ദൈവം പറയുന്നത് വിശ്വസിക്കുന്നതിൽ. 2. ജീവിതത്തിൻ്റെ അടിത്തറ എങ്ങനെ ശക്തിപ്പെടുത്താം. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടൻ ഇല്ലാതെയാകുന്നു, കാരണം അവന് അടിത്തറയില്ല. എന്നാൽ നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ എന്നാണ് പറയപ്പെടുന്നത്. അവനൊന്നും സംഭവിക്കുകയില്ല. പ്രതിസന്ധികളാകുന്ന കാറ്റും കോളും വരുമ്പോൾ വീണു പോകാതിരിക്കാൻ ദൈവഭക്തിയാകുന്ന ഉറപ്പുള്ള ആഴമേറിയ അടിത്തറ നമുക്ക് വേണം. അപ്പോൾ നമുക്കൊന്നും സംഭവിക്കുകയില്ല. 3. നമ്മുടെ വാക്കുകൾ അനുഗ്രഹമാകട്ടെ. നീതിമാൻ്റെ വായ ജ്ഞാനം പുറപ്പെടുവിക്കുന്നു, അവരിലൂടെ മറ്റുള്ളവർക്ക് നന്മയും സന്തോഷവും ഉണ്ടാകുന്നു. അതായത് നമ്മൾ നല്ല കാര്യങ്ങൾ പറയുക, നന്മകളെപ്പറ്റി സംസാരിക്കുക, അത് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകുന്നു. സുഹൃത്തുക്കളെ, താൽക്കാലിക സന്തോഷങ്ങൾക്ക് പിന്നാലെ പോകാതെ യഹോവ ഭക്തിയിൽ അധിഷ്ഠിതമായ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.